ലുലുവിൽ ഗ്ലോസറി വാങ്ങാൻ പോയാലോ കല്ലുമ്മക്കായ് കിട്ടീന്. ഇത് കൈ കിട്ടിയത് ഇത് വറുക്കണോ, കറി വെക്കണോ, തേങ്ങ അരച്ച് കറി വെക്കണോ, അരി നിറച്ചിട്ട് പൊരിക്കണോ, ഫുള്ള് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ലാസ്റ്റ് കൺഫേമായി. കുറച്ച് കൂട്ടത്തിൽ വലുതെടുത്തിട്ട് അരി നിറച്ചിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ കല്ലുമ്മക്കായ് അരി ഫില്ല് ചെയ്തിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അരി പൊതിർത്തും, എന്നിട്ട് ആ അരി ചെറിയുള്ളിയും ജീരകവും ഉപ്പെല്ലിട്ട് ചിലവർ ഒതുക്കിയെടുത്തിട്ട് ഫില്ല് ചെയ്യും, ചിലവർ നല്ലപോലെ അരച്ചിട്ട് ഫില്ല് ചെയ്യും. പക്ഷെ നമുക്കിവിടെ അരി പൊതിർത്തിയതോ അരച്ചതോ ഒന്നുമില്ല. നമ്മളെ കയ്യിൽ അജ്മീൻ്റെ പത്തിരിപ്പൊടിയും അജ്മീൻ്റെ പുട്ടുപൊടിയുണ്ട്. അതുപയോഗിച്ച് ഒരു തട്ടിക്കൂട്ട് കല്ലുമ്മക്കായ് അരി നിറച്ചത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കൂട്ടത്തിൽ വലിയ കല്ലുമ്മക്കായ് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്ത്, ഇനി അജ്മീൻ്റെ പത്തിരിപ്പൊടിയും പുട്ടുപൊടിയും ഉപ്പ്, കുറച്ച് ഓയില്, വെളിച്ചെണ്ണ ഏതായാലും ഇല്ല, കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളിയും ജീരകമാണ് വേണ്ടത്. നമ്മളത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയുള്ളി പീസാക്കിയിട്ട് അതും ജീരകവും ചതച്ചതും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഉള്ളിൽ നിറക്കാനുള്ള ഫില്ലിങ്ങിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. ഫില്ലിങ് റെഡിയായാൽ ഈ ക്ലീൻ ചെയ്ത് വെച്ച കല്ലുമ്മക്കായിൻ്റെ ഉള്ളിലേക്ക് അരി നിറച്ച് കൊടുക്കാം. ഓരോന്നിലും കുറച്ച് അരി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ കല്ലുമ്മക്കായും ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. ഫില്ല് ചെയ്ത കല്ലുമ്മക്കായ് ഇനി ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യേണ്ടത്. നല്ലപോലെ അത് ആവിയിൽ കിടന്ന് ഒരു അരമണിക്കൂർ ആ ഒരു രീതിയിൽ കല്ലുമ്മക്കായിൻ്റെ വലിപ്പം പോലെ നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടണം. കല്ലുമ്മക്കായ് വെന്ത് കിട്ടിയാൽ ഇത് ചൂടാറാൻ വെക്കണം. കാരണം ഈ പുറത്തെ തോട് ഈ ചൂടാറിയതിന് ശേഷം അതെടുത്ത് കളയണം. ആ കല്ലുമ്മക്കായിൻ്റെ ഇറച്ചി ഈ ഫില്ലിങ് ആയ അരിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ പുറത്തെ തോട്, കുറച്ച് ഹാർഡായിട്ടുള്ള തോട്, അത് എടുത്ത് കളയണം. പുറത്തെ തോട് കളയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു തോലുണ്ടാവും, ഒരു പ്ലാസ്റ്റിക് പോലത്തെ, അതും കളയണം. അതും ആ കല്ലുമ്മക്കായ്മന്ന് എടുത്ത് കളയണം. ഇങ്ങനെ എല്ലാ കല്ലുമ്മക്കായിൻ്റെയും പുറന്തോട് കളഞ്ഞതിന് ശേഷം മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ അങ്ങനെ ഗരം മസാല അങ്ങനെ എന്തെങ്കിലും മസാലകൾ കയ്യിലുണ്ടെങ്കിൽ അതും, കുറച്ച് വെളിച്ചെണ്ണ, തിരുവെള്ളം ഒക്കെ മിക്സ് ചെയ്ത് ഒരു മസാല രൂപത്തിലാക്കി ഓരോരോ കല്ലുമ്മക്കായും അതിൽ മുക്കി പൊരിച്ചെടുക്കുക ചെയ്യാം. ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കല്ലുമ്മക്കായ് അരി ഫില്ല് ചെയ്തത്, അരി നിറച്ചത് ഉണ്ടാക്കിയെടുക്കാം. കല്ലുമ്മക്കായ് ഉണ്ടാക്കി പൊരിച്ചൊക്കെ കഴിഞ്ഞ്, പക്ഷെ ലാസ്റ്റ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. കഴിച്ച് പകുതിയായ ഓർമ്മയത് വീഡിയോ എടുത്തില്ലല്ലോ, ഫോട്ടോ എടുത്തില്ലല്ലോ.